അപ്പോഴേ നമ്മളുള്ളത് കോങ്ങാട് ടൗണിലാണ്. അതായത് കോങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെയും SBI ബാങ്കിൻ്റെയും നേരെ പുറകുവശം. ഇതാ ഈ കാണുന്ന റോഡില്ലേ, ഈ റോഡ് പഞ്ചായത്ത് റോഡാണ്. ഈ റോഡിന് ജസ്റ്റ് ഒരു 150 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോങ്ങാട് ബസ് സ്റ്റാൻഡിലോട്ടാണ് ഇത് പോയി ചേരുന്നത് കേട്ടോ. അതേപോലെ നേരെ തിരിഞ്ഞതാണ് ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരെ പുതിയ പോലീസ് സ്റ്റേഷനില്ലേ, കോങ്ങാട് പോലീസ് സ്റ്റേഷൻ, അതിനോട് ചേർന്നിട്ട് LP സ്കൂൾ ഉണ്ടല്ലോ, അതിൻ്റെ റോഡാണ് പോയി കയറുന്നത്. ഈ രണ്ട് സൈഡിൽ നിന്ന് നേരെ റോഡ് ആക്സസോട് കൂടിയിട്ട് ഈ കിടക്കുന്ന ഒരു 33 സെൻറ്റ് പറമ്പ് കാറ്റഗറിയിലുള്ള പുരയിടമായിട്ടുള്ള ഭൂമി നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് കണ്ടോ നല്ല റോഡ് ഫ്രണ്ടേജ്, രണ്ട് സൈഡ് റോഡുണ്ട് മെയിനായിട്ട്. കണ്ടോ, ഇത് നമുക്കൊരു വടക്കോട്ട് ഫേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 10-25 മീറ്ററോളം നല്ല ലെങ്ത് ഉള്ളൊരു റോഡ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ അതുവരെ ഏകദേശം ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒരു 30-35 മീറ്ററോളം ഈ ഒരു ഭാഗത്ത് നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. അതായത് വടക്കോട്ട് നോക്കിയിട്ടാണെങ്കിലും ഇനി അല്ല പടിഞ്ഞാറോട്ടാണെങ്കിലും നമുക്ക് സുഖമായിട്ട് വീട് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി പ്രൈം ലൊക്കേഷനാണ് കണ്ടോ വീടുകൾ. പിന്നെ മിക്സ്ഡ് ഏരിയാസാണ് കേട്ടോ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരുള്ള മിക്സ്ഡ് കമ്മ്യൂണിറ്റീസ് ഉള്ള നല്ല പക്ക ടൗണിലാണ് ഈ വന്ന് കിടക്കുന്നത്. അപ്പം ഇത് മൊത്തത്തിൽ 33 സെൻറ്റാണ്. 33 സെൻറ്റും ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. ഒരുമിച്ചെടുക്കാൻ നിങ്ങളുടെ കാശില്ലെങ്കിൽ നമുക്കത് ചെറിയ ചെറിയ പ്ലോട്ടായിട്ട് ഒരു 5 സെൻറ്റോ 6 സെൻറ്റൊക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്കത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ശരിക്കും റോഡ് ടാർ റോഡ് തന്നെയാണ്, റോഡ് സൈഡ് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. നമ്മുടെ ദയാ ഹോസ്പിറ്റലില്ലേ, ഈ ദയാ ഹോസ്പിറ്റലിൽ നിന്ന് എത്ര ഉണ്ടാവും, ഏകദേശം ഒരു 100-400 മീറ്റർ മാത്രമേ ഇതിലേക്ക് ദൂരം വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നേരെ വരികയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ചല്ലിക്കൽ ഹോസ്പിറ്റൽ ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലാണ് ഇട്ടത്, അവിടെ നോക്കി തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ SBI ബാങ്ക്, പഞ്ചാബ്, കാനറ, സൗത്ത് ഇന്ത്യ, എല്ലാ അത്യാവശ്യം വേണ്ട ബാങ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് പള്ളി, നമ്മുടെ കോങ്ങാട് പള്ളി ഇതായി കാണുന്നതിൻ്റെ അപ്പുറത്താണ്. ഏകദേശം ഒരു 100-300 മീറ്റർ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിം പള്ളി എത്തി. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് ഒരു 100-300 മീറ്ററേ ഉള്ളൂ. അമ്പലങ്ങൾ പിന്നെ ഒരുപാടെണ്ണം അടുത്തടുത്തുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ LP സ്കൂൾ ജസ്റ്റ് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഒരു 150 മീറ്റർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ LP സ്കൂൾ, ഗവൺമെൻറ് LP സ്കൂളായേ. പിന്നെ CBSE സ്കൂളാണെങ്കിൽ അത് വേറെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അതായത് കോങ്ങാട് ഇപ്പോൾ ചെർപ്പളശ്ശേരി റോഡിന് കയറി കഴിഞ്ഞാൽ നമ്മുടെ KPRP ഹയർ സെക്കൻഡറി സ്കൂൾ, അതായത് 5ാം ക്ലാസ് മുതൽ +2 വരെ അതിനകത്ത് വരുന്നുണ്ട്. ഇനി കോളേജ് ആണെങ്കിൽ നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പത്തിരിപ്പാല കോളേജ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാത്തിനെയും ആക്സസോട് കൂടി നല്ല അടിപൊളി ലാൻഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. മൊത്തം ഇതിനകത്തൊരു 33 സെൻറ്റാണ് കറക്റ്റായിട്ട് കേട്ടോ. സ്ക്വയറാണ് കിടക്കുന്നതാണേ കേട്ടോ. തൊട്ടെല്ലാം വീടുകളാണ് കേട്ടോ. ബാക്കിലൊക്കെ നല്ല ബൗണ്ടറിയൊക്കെ നല്ല കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കല്ല് വെച്ച് പതിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്ന് കണ്ടോ ഈ സൈഡിൽ ഇത് ഇങ്ങനെ വരുവേ, ഇതാ കണ്ടോ ഇതേപോലെ ഇങ്ങനെ വരും കേട്ടോ. കറക്റ്റായിട്ട് കണ്ടോ, കറക്റ്റ് സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ്. പിന്നെ ഇതിനകത്ത് നിന്ന് എല്ലാം ഒരു ഓപ്പൺ കിണർ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് കാലമായിട്ട് ഇത് ഇങ്ങനെ വെറുതെ ഇട്ടതുകൊണ്ട് കിണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പൈപ്പ് ലൈന് വാട്ടർ കണക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരാൾക്ക് മൊത്തത്തിൽ എടുത്തിട്ട് ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടുള്ള പ്ലോട്ടായിരിക്കും. രണ്ടായിട്ടാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ 5 സെൻറ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമ്മളത് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് കേട്ടോ. ഇതിനകത്ത് കണ്ടോ അത്യാവശ്യം നമുക്കൊരു 8-9ഓളം നല്ല കായ്ക്കുന്ന തെങ്ങുമരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 3,75,000 രൂപയാണ് പെർ സെൻറ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ. അത് പ്ലോട്ട് വൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിലാണ് ഈ പറഞ്ഞ 3.25 ലക്ഷം രൂപ സെൻറ്റിന് ചോദിക്കുന്നത്. തൊട്ടടുത്തൊക്കെ 4.5 ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണ് കേട്ടോ. കാരണം ടൗണാണ്, പക്ക ടൗൺ തന്നെയാണ്. ജസ്റ്റ് ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് റോഡ് നേരെ വരാൻ വേണ്ടി പറ്റും. 3.25 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ പ്രൈസാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് വരെ ഓണറെ സംസാരിക്കാൻ നല്ലൊരു പ്രൈസിന് തന്നെ പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാം കേട്ടോ. അതിനകത്ത് ഏകദേശം കണ്ടോ ഒരു 2-3ഓളം നമുക്ക് മാവ് വരുന്നുണ്ട് കണ്ടോ. മാങ്ങയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാവ്, അതുപോലെ തന്നെ മുരിങ്ങ, ചക്കയൊക്കെ നല്ല കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചക്കയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട മരങ്ങളും കാര്യങ്ങളുണ്ട്. ഇതേ ഭാഗത്താണ് കേട്ടോ ഓപ്പൺ കിണർ വരുന്നത് കണ്ടോ. ഓപ്പൺ കിണർ വരുന്നതാണ്. പഴയൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പം താമസമൊന്നുമില്ല, കുറച്ച് കാടും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത്. ക്ലീൻ ചെയ്യണം കേട്ടോ. എടുക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ തൊട്ടടുത്ത് പാടവും കാര്യങ്ങളാണ്. നല്ല സൈലൻ്റായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നേരിട്ട് വരും. ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ നല്ലൊരു പ്രൈസിന് പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാം കേട്ടോ. വില നെഗോഷ്യബിൾ പ്രൈസാണ് കേട്ടോ. 5 സെൻറ്റ് മുതൽ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. മൊത്തം 33 സെൻറ്റ് ഒരുമിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പ്ലോട്ട് വൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.